PCOSും എൻഡോമെട്രിയോസിസും തമ്മിൽ എങ്ങനെ തിരിച്ചറിയാം? ഇന്ന് സ്ത്രീകളിൽ ഈ രണ്ട് അസുഖങ്ങളും വളരെ കോമൺ ആണ്, വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. രണ്ടും പീരീഡ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കാണുന്ന അസുഖങ്ങളാണ്. രണ്ടും ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാകുന്നുണ്ട്. അപ്പോൾ ഇവ തമ്മിൽ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. PCOSൻ്റെ ഒരു മെയിൻ ഫീച്ചർ എന്ന് പറയുമ്പോൾ അവരുടെ പീരീഡ്സ് ഇറഗുലർ ആയിരിക്കും. ഹോർമോണൽ ഇംബാലൻസ് ആണ് ഇതിന് കാരണം. അതായത് ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുന്നത് മൂലം മറ്റ് ഹോർമോൺസിൽ വരുന്ന വേരിയേഷൻ കാരണം ഓവുലേഷൻ പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടാവില്ല. ഫേഷ്യൽ ഹെയർ, പിമ്പിൾസ്, എക്സസ് ആയിട്ടുള്ളൊരു ഹെയർ ഫോള്, അതുപോലെ വെയിറ്റ് കൺട്രോൾ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്. ഇനി ഇത് കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു മൂഡ് ചേഞ്ചസ്. എൻഡോമെട്രിയോസിസ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് യൂട്രസിനുള്ളിലുള്ള കോശങ്ങൾ യൂട്രസിൻ്റെ പുറത്ത് വളരുന്നൊരു അവസ്ഥയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് തന്നെ പെയിനാണ്. പ്രത്യേകിച്ച് ഇവരിൽ പീരീഡ്സ് സമയത്ത് ഉണ്ടാകുന്ന അസഹ്യമായിട്ടുള്ള വേദന. ഈ വേദന പീരീഡ്സിൻ്റെ തൊട്ട് മുന്നേ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും. ഡെയിലി ആക്ടിവിറ്റിയെ തന്നെ അഫക്റ്റ് ചെയ്യുന്നുണ്ടാകും. ഇതോടൊപ്പം ചിലരിൽ ഹെവി ബ്ലീഡിങ്ങും കാണും. അതുപോലെ കോണ്ടാക്റ്റ് സമയത്ത് ഉണ്ടാകുന്ന അസഹ്യമായിട്ടുള്ള വേദന, അതുപോലെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ, ടോയ്ലറ്റ് പോകുമ്പോഴൊക്കെ ഉണ്ടാകുന്ന അൺകൺട്രോളബിൾ പെയിന്, ഇതെല്ലാം ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. ഇനി ഇതിൻ്റെ ഒരു സൈറ്റ് അനുസരിച്ചിട്ട് ഓവറിയിലാണ് ഈ സിസ്റ്റ് വരുന്നതെങ്കിൽ ഇൻഫെർട്ടിലിറ്റിക്ക് സാധ്യതയുണ്ട്. അതുപോലെ ഈ ഇൻഫ്ലമേഷനും അതുപോലെ അഡീഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാകുന്നൊരു അസുഖമാണ്. രണ്ട് കണ്ടീഷൻസും ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാകുന്നതാണ്. ബട്ട് അതേസമയം രണ്ടും ഡിഫറെൻ്റ് ആണ്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക.